മന്ത്രി എ കെ ശശീന്ദ്രനും എൻസിപിയിലെ പൊട്ടിത്തെറിയും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിരിക്കുകയാണ്. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള പടയൊരുക്കമാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. MLA തോമസ് കെ തോമസ് ആണ് ശശീന്ദ്രന്റെ കസേര തെറിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകരുന്നത്. PC ചാക്കോയുടെ ശക്തമായ പിന്തുണയാണ് ആ ഊർജത്തിന് പിന്നിലെന്ന് പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ ശശീന്ദ്രൻ തയ്യാറാകണമെന്നാണ് ഇരുവരുടെയും ശക്തമായ ആവശ്യം. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തി അതിനെ പാർട്ടിയിലെ ചർച്ചയാക്കി മാറ്റി PC ചാക്കോ മുഖ്യമന്ത്രിയെയും അറിയിച്ചു. എന്നാൽ മന്ത്രിസ്ഥാനം NCPയുടെ ആഭ്യന്തര കാര്യമെന്ന നിലപാടാണ് മുഖ്യൻ സ്വീകരിച്ചത്. എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ A K ശശീന്ദ്രൻ. ചർച്ചയ്ക്ക് വന്ന പാർട്ടി നേതാക്കളോടും ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കി. വിഷയത്തിൽ തോമസ് കെ തോമസ് ശരത് പവാറിനെ കാണാനുള്ള പദ്ധതികളും പാർട്ടിയിൽ നടക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ A K ശശീന്ദ്രന് പകരം തന്നെ മന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ് പാർട്ടിയിൽ കലാപം തുടങ്ങിയിരുന്നു. പക്ഷേ മാറ്റമുണ്ടായില്ല. എങ്കിൽ 2.5 വർഷം കഴിഞ്ഞ് മാറണമെന്ന ഉപാധി വെച്ചു. അതിനും A K ശശീന്ദ്രൻ വഴങ്ങിയില്ല. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെയും മുതിർന്ന നേതാക്കളുടെയും പിന്തുണയായിരുന്നു ശശീന്ദ്രന്റെ പിടിവള്ളി. അടുത്തിടെ ചില മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ഇടപെട്ട് തോമസ് കെ തോമസിനെയും PC ചാക്കോയെയും അനുനയത്തിലെത്തിച്ചു. ഇതോടെയാണ് തോമസ് കെ തോമസ് നീക്കം കടുപ്പിച്ചത്. ഭൂരിപക്ഷം ജില്ലാ അധ്യക്ഷന്മാരുടെയും പിന്തുണ കൂടി നേടിയാണ് ശശീന്ദ്രനെതിരായ പടയൊരുക്കം. A K ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ആദ്യ ചർച്ചകൾ കളം നിറഞ്ഞപ്പോൾ ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ലെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ മറുപടി. മന്ത്രിയെ മാറ്റുന്നത് തന്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നായിരുന്നു അദ്ദേഹം ന്യായവാദം ഉന്നയിച്ചത്. ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ശരത് പവാർ ആണെന്നും PC ചാക്കോ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും നിലവിലെ പരിതസ്ഥിതികൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കാനും ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കാനും PC ചാക്കോ കേന്ദ്ര നേതൃത്വത്തെ കാണുമെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അന്ന് വിവാദങ്ങളോട് A K ശശീന്ദ്രനും പ്രതികരിച്ചിരുന്നു. തന്റെ അറിവിൽ അങ്ങനെ യാതൊരു നീക്കവും നടന്നിട്ടില്ലെന്നും മന്ത്രിസ്ഥാനം ഒഴിയാൻ ഇതുവരെ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു ശശീന്ദ്രൻ പറഞ്ഞത്. എന്നാൽ കുട്ടനാട് MLA തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഒഴികെ മറ്റുള്ളവരെല്ലാവരും അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്ന രഹസ്യ ചർച്ചകളും മറനീക്കി പുറത്തു വന്നിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രതിസന്ധിയല്ല NCPയിൽ നടക്കുന്നത്. നേരത്തെ തന്നെ A K ശശീന്ദ്രനെതിരെ പാർട്ടിയിൽ പടയൊരുക്കങ്ങൾ നടന്നിരുന്നു. 2.5 വർഷത്തെ ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം കൈമാറണമെന്ന ആവശ്യം NCPയിൽ നേരത്തെ തന്നെ ശക്തമായിരുന്നു. എന്നാൽ സർക്കാർ രണ്ടാം പകുതിയിലേക്ക് കടന്നിട്ടും ശശീന്ദ്രൻ മാറാതായതോടെയാണ് വീണ്ടും വിഷയം ചർച്ചയിലേക്ക് വന്നു തുടങ്ങിയത്. ഡൽഹിയിലെ അന്തിമ തീരുമാനത്തിന് ശേഷം ശരത് പവാർ തോമസ് കെ തോമസിന് അനുകൂലമായി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകും എന്നാണ് സൂചന. എന്നാൽ പാർട്ടിയുടെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് A K ശശീന്ദ്രന്റെ തീരുമാനം. MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് മുന്നണിയിൽ പ്രതിരോധം തീർക്കുകയാവും അദ്ദേഹം ലക്ഷ്യമിടുക.